ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ കട്ട പിടിക്കാത്തൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയത്തില്ല വെള്ളം കൂടിപ്പോയി അല്ലെങ്കിൽ കട്ട പിടിച്ചു പോയി, പക്ഷേ ഇത് അങ്ങനെ ഒന്നുമല്ല, നല്ല തുറതുറാന്നുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ടേസ്റ്റും അത് കണക്ക് നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗൾ നിറച്ച് ഞാൻ റവ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ റോസ്റ്റിൻ്റെ റോസ്റ്റഡ് റവ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നിറച്ചെടുക്കാം. അപ്പോൾ അത് നിറച്ച് ഞാൻ റവ ഒരു പാത്രം നിറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ റവ എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ 1.5 പാത്രം, ഇപ്പോൾ ഒരു കപ്പിൽ ഏത് കപ്പാണോ ആ കപ്പിന് 1.5 കപ്പ് വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു 1.5-2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളകും 1 തണ്ട് കറി ലീഫും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് തീ കുറച്ച് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈ മുളകെല്ലാം കരിഞ്ഞ് കളർ വല്ലാതെയാവും. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ ചെറിയതായിട്ടൊന്ന് അതിൻ്റെ കളറെല്ലാം മാറി ഒന്ന് നല്ല മൂത്ത് കിട്ടണം. ഇപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 പച്ചമുളക്, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇതിനും ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഈ നെയ്യിലും എണ്ണയിലും ഒക്കെ കിടന്ന് വഴന്ന് വരുമ്പോൾ ഒരു നല്ല മണമായിട്ടോ വരുന്നത്. അപ്പോൾ അതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് സവാള എടുക്കാം. അപ്പോൾ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്ത്, അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അതിട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടമാണോ അതെല്ലാം ചേർക്കാം കേട്ടോ. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളത് ചേർക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞാനിതാ 2 ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പച്ചക്കറി അല്ലെങ്കിൽ ഈ ക്യാരറ്റ് ഇങ്ങനെയുള്ള ഐറ്റം ഒന്നും കഴിക്കാത്ത മക്കൾ ഇതിൻ്റെ കൂട്ടത്തിടക്ക് എന്തായാലും അവർ നുള്ളിപ്പറക്കാൻ നിൽക്കത്തില്ലല്ലോ, കഴിച്ചോളും. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഒരുപാട് വഴന്നൊന്നും വരണ്ട, എന്നാലും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് വരുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങയൊക്കെ ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണം, പിന്നെ രുചി, ആ തേങ്ങയുടെ മണവും എല്ലാം കൊണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുത്ത്, വറുത്ത റവ തന്നെ എന്നാൽ അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം, അടി പിടിക്കാതെ. അപ്പോൾ തീ മാത്രം നമ്മളൊന്ന്, എൻ്റെ ഈ ചട്ടിക്ക് നല്ല ചൂട് കിട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട് നിൽക്കുക. അതുകൊണ്ട് ആദ്യം ഒന്ന് തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് എണ്ണയൊക്കെ ചൂടായി എല്ലാം ഒന്ന് ഇതായതിന് ശേഷം ഒന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് ആ നെയ്യും ആ എണ്ണയെല്ലാം ഈ റവയിൽ മിക്സാകത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ ഉപ്പുമാവ് ഒന്നും കട്ട പിടിക്കാതെ നല്ല തുറന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർക്ക് പോലും ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. മറ്റത് വെള്ളം കൂടിപ്പോകുന്നൊക്കെ ഉള്ളൊരു പേടി വരത്തില്ലേ. ഇപ്പോൾ ഞാൻ അതുപോലെ 1.5 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് ഇളക്കി യോജിപ്പിക്കാം. പെട്ടെന്ന് ഇത് വെള്ളമെല്ലാം ഒബ്സർവ് ചെയ്ത് നല്ല എന്താ പറയുക തുറതുറായിട്ട് കിട്ടും കേട്ടോ. അപ്പം കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല രുചി, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് മാത്രമല്ല. കണ്ടോ, ഈ പരുവത്തിലാണ് കിട്ടുന്നത്. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ കട്ടയൊന്നും കെട്ടിയിട്ടില്ലല്ലോ. കണ്ടോ, ഇതുപോലെ നല്ല പൂ പോലത്തെ സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് വെച്ച് ചിക്കി ഇളക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. കണ്ടല്ലോ, കട്ടയൊന്നും കെട്ടത്തില്ല ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് പല രീതിയിൽ തയ്യാറാക്കി എടുക്കാം. അതിലൊരു രീതി ഞാൻ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല പൂ പോലെ, കണ്ടോ, നല്ല തുറയായിട്ടുള്ള ഉപ്പുമാവ്. ചിലർക്ക് ഉപ്പുമാവ് കുഴഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ.
അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, ഈസി, അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഒത്തിരി താമസമൊന്നുമില്ല. ഇപ്പോൾ ഞാനിതാ ഉപ്പുമാവ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിനകത്ത് എടുത്തിട്ട് ഇതാ പാത്രത്തിനകത്ത് കേക്ക് പോലെ ഒന്ന് തട്ടി വെച്ചു കേട്ടോ. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ട് എൻ്റെ മണ്ടയ്ക്ക് ഞാനൊരു അല്പം തേങ്ങയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണേ. ആദ്യം തേങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു രസത്തിന് വേണ്ടി അങ്ങ് എടുത്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ രുചികരമായ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അല്ലാത്ത ഞാനിതാ ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് കോരി, നിങ്ങൾക്ക് തോന്നരുതല്ല കട്ട പിടിച്ച് പോയി എന്ന് തോന്നരുത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതാ ഒരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് കോരി കാണിച്ചു തരുന്നത്. അപ്പോൾ പഴം കൂട്ടിയിട്ടോ പഞ്ചസാര അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ കഴിക്കാം കേട്ടോ. ഇപ്പോൾ തേങ്ങയും അത്യാവശ്യം എരിവൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കറി ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ പഴം കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ്.